നമസ്കാരം. ഇത്തവണത്തെ കർണാടക യാത്രയിൽ ഉടുപ്പി, മൂകാംബിക, ശൃംഗേരി എന്നീ ക്ഷേത്രങ്ങൾ കൂടാതെ മറ്റു ചില ക്ഷേത്രങ്ങളിൽ കൂടി പോയിരുന്നു. ഈ ഒരു യാത്രക്കിടയിൽ 1-2 ദിവസം കൂടി മാറ്റിവെച്ചാൽ പോകാവുന്ന വളരെ പ്രാധാന്യമുള്ള ചില ക്ഷേത്രങ്ങളാണിവ. കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് ഐം ക്ലീം സൗ എന്ന ബാലാമന്ത്രത്തിൻ്റെ സങ്കല്പത്തിൽ 3 പ്രധാന ക്ഷേത്രങ്ങളെ ചേർത്ത് പറയാറുണ്ട്. മൂകാംബിക, സൗക്കൂർ ദുർഗാപരമേശ്വരി, കമലശില ബ്രാഹ്മി ദുർഗാപരമേശ്വരി, ഇങ്ങനെ ഈ 3 ക്ഷേത്രങ്ങളെയാണ് പരസ്പരം ബന്ധിപ്പിച്ച് പറയുന്നത്. ഈ 3 ക്ഷേത്രങ്ങളിലും ഒരു യാത്രക്കിടയിൽ ദർശനം നടത്തുന്നത് വളരെ പ്രധാനമായിട്ടാണ് കരുതപ്പെടുന്നത്. ഉടുപ്പി ദക്ഷിണ കന്നഡ മേഖലയിലെ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും അനുസരിച്ച് തുളുനാടിൻ്റെയും പശ്ചിമഘട്ടത്തിൻ്റെയും സംരക്ഷണത്തിനായി അവതരിച്ച 3 ദേവീ സഹോദരിമാരാണത്രേ കൊല്ലൂരമ്മയും സൗക്കൂറമ്മയും കമലശില അമ്മയും. ദക്ഷിണ കന്നഡയിലെ 3 അംബികമാരാണിവർ. ഒരു 100 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ 3 ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ശ്രീവിദ്യാ ഉപാസന പ്രകാരം ബാല ത്രിപുരസുന്ദരി എന്നത് ആദിപരാശക്തിയുടെ ബാലരൂപമാണ്. ഐം ക്ലീം സൗ എന്ന ബാലാമന്ത്രത്തിൽ ഐം ശക്തിയെയും ക്ലീം മായയെയും സൗബീജം വിദ്യയെയുമാണ് കാണിക്കുന്നത്. യഥാക്രമം മഹാലക്ഷ്മി, മഹാകാളി, മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങൾ തന്നെ. ഈ 3 ഭാവങ്ങൾ ഒന്നിച്ച 3 തുല്യ ശക്തികളാണത്രേ ഈ 3 ദേവിമാരും. ഈ 3 ക്ഷേത്രങ്ങളിലും ഒരുമിച്ച് ദർശനം നടത്തുന്നതിലൂടെ ഈ ഒരു തീർത്ഥാടനത്തിന് ഒരു പൂർണ്ണത വരും എന്നാണ് സങ്കല്പം. ഇത് ഒരു പ്രാദേശികമായ വിശ്വാസങ്ങളാവാം. എങ്കിലും മൂകാംബിക പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള പുരാതന ക്ഷേത്രങ്ങളാണിവയും. ഉടുപ്പിയിൽ നിന്നും തുടങ്ങുകയാണെങ്കിൽ ആദ്യം സൗക്കൂറാണ് വരിക. ഏതാണ്ട് 34 കിലോമീറ്റർ. സൗക്കൂറിൽ നിന്നും കൊല്ലൂർ വരെ 23 കിലോമീറ്ററും കൊല്ലൂരിൽ നിന്നും കമലശിലയിലേക്ക് 30 കിലോമീറ്ററുമാണുള്ളത്. ഈ 2 ക്ഷേത്രങ്ങൾ കൂടാതെ ഈ റൂട്ടിലുള്ള മറ്റു ചില ക്ഷേത്രങ്ങളും കാഴ്ചകളുമൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോകേണ്ട വഴികളും കാര്യങ്ങളും ഐതിഹ്യങ്ങളുമെല്ലാം വിശദമായി വീഡിയോയ്ക്കിടയിൽ പറയാം. 1-ാം ദിവസം മംഗലാപുരത്തു നിന്നും രാവിലെ 6 മണിയോടെയാണ് യാത്ര തുടങ്ങിയത്. ആദ്യ ലക്ഷ്യം കട്ടിയിൽ ദുർഗാപരമേശ്വരി ക്ഷേത്രമായിരുന്നു. മംഗലാപുരത്തു നിന്നും കട്ടിയിൽ വരെ ഏതാണ്ട് 28 കിലോമീറ്ററാണ് ദൂരം. ദേശീയപാത വഴി ഉടുപ്പി ദിശയിലേക്ക് പോകുമ്പോൾ സൂരത്കൽ ടൗണിൽ നിന്നും ഒരു 7 കിലോമീറ്റർ കൂടി കഴിയുമ്പോൾ ഹലയങ്കടി എന്നൊരു ജംഗ്ഷനിലേക്കെത്തും. ഇവിടെ നിന്നും വലത്തോട്ട് കിന്നിഗോളി വഴി ഏതാണ്ട് 12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നന്ദിനി നദിക്കരയിലുള്ള കട്ടിയിൽ ദുർഗാപരമേശ്വരി ക്ഷേത്രത്തിലേക്ക് എത്താം. കർണാടകയുടെ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണിത്. 8 മണിയോടെ കട്ടിയിൽ ക്ഷേത്രത്തിന് മുൻപിലേക്ക് എത്തി. ക്ഷേത്രത്തിന് മുൻപിൽ തന്നെ പാർക്കിംഗ് ഗ്രൗണ്ടുമുണ്ട്. വളരെ തിരക്കുള്ള ഒരു ക്ഷേത്രവുമാണിത്. ക്ഷേത്രത്തിന് മുൻപിലായി വലിയൊരു ക്ഷേത്രഗോപുരവും കാണാം. ദക്ഷിണ ഭാരതത്തിലെ പ്രസിദ്ധമായ ശക്തിപീഠങ്ങളിൽ ഒന്നാണിത്. നന്ദിനി നദിയുടെ നടുവിലുള്ള ഒരു ദ്വീപിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ വാസ്തുവിദ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൂർണ്ണമായും കേരളീയ തീരദേശ കർണാടക ശൈലികൾ ചേർന്നൊരു നിർമ്മാണ രീതിയാണ്. ഒരു ദ്വീപിന് നടുവിലാണ് ക്ഷേത്രമെങ്കിലും വർഷകാലത്ത് നദി നിറഞ്ഞൊഴുകുമ്പോൾ പോലും വെള്ളം ദേവിയുടെ ശ്രീകോവിലിനുള്ളിലേക്ക് കയറില്ല എന്നൊരത്ഭുതവും ഇവിടുത്തെ നിർമ്മിതിക്ക് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ പോലും ക്ഷേത്രത്തിന് പ്രശ്നമായിട്ടുമില്ല. ക്ഷേത്രത്തിൻ്റെ ഇരുവശങ്ങളിൽ കൂടി നദി കടന്നു പോവും. തുളു ഭാഷയിൽ കടി എന്നാൽ മധ്യം അല്ലെങ്കിൽ ഇടഭാഗം എന്നൊക്കെ പറയാം. ഈൽ എന്നാൽ ഭൂമി എന്നുമാണ് അർത്ഥം. ഭൂമിയുടെ മധ്യഭാഗത്ത് അല്ലെങ്കിൽ നദിയുടെ മധ്യത്തിലായി ദേവി കുടിയിരുന്ന ഇടം എന്ന അർത്ഥത്തിലാണ് ഈ പ്രദേശം കടിയിലു അഥവാ കട്ടിയിൽ എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ഒരു പുണ്യനദിയുടെ ഹൃദയഭാഗത്ത് പച്ചപ്പ് നിറഞ്ഞ കാനനഭൂമിക്ക് നടുവിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ശിലാപാളിക്ക് മുകളിൽ വാഴുന്ന ഒരമ്മ. ഭക്തിയും ആചാരങ്ങളും ഒരുപോലെ വിസ്മയം തീർക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ശാപമേറ്റ് ഒഴുകേണ്ടി വന്ന ഒരു നദിയുടെയും കോടിക്കണക്കിന് വണ്ടുകളുടെ രൂപത്തിൽ അവതരിച്ച് ലോകത്തെ രക്ഷിച്ച ഒരു ദേവിയുടെയും മനുഷ്യർക്കിന്നും അത്ഭുതമായ ചില രഹസ്യ ഗുഹകളുടെയും കഥയാണ് ഈ ക്ഷേത്രത്തിന് പറയാനുള്ളത്. ഇവിടുത്തെ ഐതിഹ്യം മാർക്കണ്ഡേയ പുരാണത്തിലെ സപ്തശതിയിലും സ്കന്ദപുരാണത്തിലുമൊക്കെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. നമുക്ക് ആ കഥയൊന്ന് കേൾക്കാം. പണ്ട് ഭൂമിയിൽ കഠിനമായ വരൾച്ച ഉണ്ടായപ്പോൾ ജബാലി എന്നൊരു മഹർഷി ഒരു യജ്ഞം നടത്താൻ തീരുമാനിച്ചു. അതിനായി ദേവേന്ദ്രൻ്റെ അനുമതിയോടെ കാമധേനുവിൻ്റെ മകളായ നന്ദിനിയെ ഭൂമിയിലേക്ക് ക്ഷണിച്ചുവെങ്കിലും അഹങ്കാരിയായ നന്ദിനി മഹർഷിയെ പരിഹസിച്ചു. കോപിഷ്ഠനായ മഹർഷി നന്ദിനിയെ ഭൂമിയിൽ ഒരു നദിയായി ഒഴുകാൻ ഇടവരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു.
ദുഃഖിതയായ നന്ദിനി ശാപമോക്ഷത്തിനായി ആദിപരാശക്തിയെ തപസ് ചെയ്യുകയും അവളുടെ മുൻപിൽ ദേവി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഭാവിയിൽ താൻ അവളുടെ മധ്യത്തിൽ സ്വയംഭൂവായി അവതരിച്ച് ശാപമോക്ഷം നൽകാമെന്നും ആദിപരാശക്തി ഉറപ്പു നൽകി. ഇതേസമയം പ്രകൃതിയിലെ ഒരു ജീവിക്കും ആയുധങ്ങൾ കൊണ്ട് വധിക്കാൻ കഴിയാത്ത വരം വാങ്ങിയ അരുണൻ എന്നൊരു അസുരൻ ലോകം മുഴുവനും അക്രമം അഴിച്ചുവിട്ടു. കൂടാതെ അസുരന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഗായത്രി മന്ത്രം ജപിക്കുന്ന കാലത്തോളം അവന് മരണവുമില്ലായിരുന്നു. ഒടുവിൽ ദേവഗുരുവായ ബൃഹസ്പതി ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്ന് അസുരനെ തന്ത്രപൂർവ്വം ഗായത്രി മന്ത്ര ജപത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു. അതോടെ അവൻ്റെ സംരക്ഷണ കവചം തകർന്നു. അവനെ വധിക്കാൻ ഒടുവിൽ ആദിപരാശക്തി കോടിക്കണക്കിന് വണ്ടുകളുടെ, അതായത് ഭ്രമരത്തിൻ്റെ രൂപം പൂണ്ട് അസുരനെ വധിക്കുകയും ചെയ്തു. പ്രകൃതിയിലെ ഒരു നിയമവും ലംഘിക്കാതെയായിരുന്നു ഈ അസുരവധം. അതിനുശേഷമാണ് ശാപമോക്ഷത്തിനായി കാത്തിരുന്ന നന്ദിനി നദിയുടെ നടുവിലെ ആ ശിലാപാളിയിൽ ദേവി ശ്രീ ദുർഗാപരമേശ്വരി ഭാവത്തിൽ സ്വയംഭൂവായി അവതരിക്കുന്നത്. കനകഗിരി കുന്നുകളിൽ നിന്നാണ് നന്ദിനി നദി ഉത്ഭവിച്ചു വരുന്നത്. പ്രവേശന കവാടം കടക്കുന്നിടത്തായി കയ്യിൽ ജലകലശവുമായി നിൽക്കുന്ന നന്ദിനി ദേവിയുടെ വലിയൊരു ശില്പം കാണാം. ഈ ഭാഗത്തായി പ്രത്യേകം കെട്ടിത്തിരിച്ച മതിൽക്കെട്ടിനുള്ളിൽ വലിയൊരു ശിലാഭാഗം കൂടിയുണ്ട്. രക്തേശ്വരി സങ്കല്പത്തിലുള്ളതാണത്. അരുണാസുരനെ വധിക്കാൻ ദേവി ഭ്രമരാംബികയായി മാറിയത് ഈ പാറയ്ക്കുള്ളിൽ നിന്നാണെന്നാണ് വിശ്വാസം. ദിവസവും ഇവിടെ അഭിഷേകവും പൂജകളുമൊക്കെ പതിവുണ്ട്. ക്ഷേത്രത്തിനുള്ളിലേക്ക് ക്യാമറ അനുവദനീയമല്ല. ദേവിയെ കൂടാതെ ഗണപതി, അയ്യപ്പൻ എന്നീ പ്രതിഷ്ഠകളും അകത്തുണ്ട്. ഒരു നദിയുടെ മധ്യഭാഗത്താണ് ഈ ക്ഷേത്രമെന്നത് നമുക്ക് വിശ്വസിക്കാനും സാധിക്കില്ല. പിന്നെ പുറത്ത് തെക്ക് പടിഞ്ഞാറേ മൂലയിലായി ക്ഷേത്രപാലകൻ്റെയും നാഗങ്ങളുടെയും ഒക്കെ പ്രതിഷ്ഠകളുണ്ട്. കൂടാതെ ചാമുണ്ഡി ദേവിയുടെ ഒരു പ്രതിഷ്ഠയും കാണാം. ഊട്ടുപുരയിലേക്കുള്ള വഴിയിൽ ഒരു ബ്രഹ്മാവിൻ്റെ പ്രതിഷ്ഠയുണ്ട്. ഈ ബ്രഹ്മാവിനും ചില പ്രത്യേകതകളുണ്ട്. നഷ്ടപ്പെട്ട വിലപിടിപ്പുള്ള വസ്തുക്കൾ തിരികെ ലഭിക്കാൻ ഇവിടെ തേങ്ങ വഴിപാട് നടത്തുന്ന ഒരാചാരവുമുണ്ട്. കട്ടിയിൽ ക്ഷേത്ര ദർശനം പൂർത്തിയാവണമെങ്കിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു 2 അത്ഭുത സ്ഥലങ്ങൾ കൂടി നമ്മൾ കാണണം. അതിലൊന്നാണ് ആമലക തീർത്ഥം എന്ന നെല്ലി തീർത്ഥം. ജപാലി മഹർഷി നന്ദിനി ദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് കഠിന തപസ്സനുഷ്ഠിച്ച ഒരു പുണ്യ ഗുഹയാണത്. ക്ഷേത്രത്തിൽ നിന്നും 3 കിലോമീറ്റർ മാറി ഷിബരുരു എന്നൊരു ക്ഷേത്രമുണ്ട്. കട്ടിയിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണിത്. കട്ടിയിൽ ക്ഷേത്രത്തിൽ ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ 4 മണിക്കാണ്. ഉച്ചയ്ക്ക് 12:30 വരെ നട തുറന്നിരിക്കും. ദേവിക്കിവിടെ കരിക്കിൻ വെള്ളം കൊണ്ടുള്ള അഭിഷേകം വളരെ പ്രാധാന്യമാണ്. അതുപോലെ തന്നെ ചെമ്പകപ്പൂവ് ഇവിടെ ഉപയോഗിക്കില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. മറ്റൊരു സവിശേഷത ഇവിടുത്തെ യക്ഷഗാന നൃത്തമാണ്. ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളിൽ ഒന്നുമാണ് ഈ യക്ഷഗാന നൃത്തം. സ്വന്തമായി 6-ലേറെ യക്ഷഗാന ട്രൂപ്പുകൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ അന്നദാനവും വളരെ പ്രസിദ്ധമാണ്. ദിവസവും 3 നേരവും ഭക്ഷണമുണ്ടാവും. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഊണും. പറയാതിരിക്കാൻ വയ്യ, ഇവിടുത്തെ അന്നദാന മണ്ഡപവും അവിടുത്തെ സംവിധാനങ്ങളുമൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പാകം ചെയ്യുന്നതിനായി ഇപ്പോൾ ആധുനിക സംവിധാനങ്ങളാണ്. ആ ഹാളും അവിടുത്തെ വൃത്തിയും അവിടെ ദഹനത്തിനുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതും അവർ സന്തോഷത്തോടെ മുഖം ചുളിക്കാതെ ആഹാരം വിളമ്പുന്നതുമെല്ലാം കഴിയുമെങ്കിൽ നമ്മുടെ നാട്ടിലെ ചില ക്ഷേത്രം അധികൃതർ ഒന്ന് പോയി കാണുക തന്നെ വേണം. ഒരു വർഷത്തിൽ ഏകദേശം 20 ലക്ഷത്തിലധികം ഭക്തരാണ് ഇവിടെ നിന്നും പ്രസാദഊട്ട് കഴിച്ചു പോകുന്നത്. നമ്മുടെ നാട്ടിലെ ചില ക്ഷേത്രങ്ങളുണ്ടല്ലോ, എല്ലാ ക്ഷേത്രങ്ങളുടെയും കാര്യമല്ല, ചില ക്ഷേത്രങ്ങൾ മാത്രം. അവിടുത്തെ വിളമ്പുകാരുടെ ഭാവവും ധാർഷ്ട്യവുമൊക്കെ കണ്ടാൽ നമ്മൾ അവരുടെ ഔദാര്യം പറ്റാൻ ചെന്നതാണോ എന്ന് നമുക്ക് സ്വയം തോന്നും. ഇതുപോലുള്ള ചില സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് ആ ഒരു വ്യത്യാസം നമുക്ക് അനുഭവിച്ചറിയാനാവുക. പഴയകാലത്തെ അടുപ്പിൽ വയ്ക്കുന്ന വർഷങ്ങൾ പഴക്കമുള്ള വലിയ വലിയ കുണ്ടലുകളും പാത്രങ്ങളുമൊക്കെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതും കാണാം. ഇപ്പോഴും ചില വിഭവങ്ങളൊക്കെ അടുപ്പിൽ തന്നെയാണ് തയ്യാറാക്കുന്നതും. നിത്യവും ആയിരക്കണക്കിന് ആളുകളാണ് ദേവിയെയും ദർശിച്ച് അന്നദാനവും കഴിച്ച് സംതൃപ്തിയോടെ മടങ്ങുന്നത്. പൂന്തോട്ടങ്ങളും ചെടികളുമൊക്കെയായി വളരെ വൃത്തിയായാണ് ക്ഷേത്രവും പരിസരവും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്നതും. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടു. ഇവിടെ വന്നാൽ അന്നദാന മണ്ഡപത്തിലേക്ക് പോകും വഴി ക്ഷേത്രത്തിലെ ആനയെ കെട്ടിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. കട്ടിയിൽ മഹാലക്ഷ്മി എന്നാണ് ആനയുടെ പേര്. ഇവിടെ വരുന്ന ആളുകളെയും പ്രത്യേകിച്ച് കുട്ടികളെ കയ്യിലെടുക്കാൻ ബഹുമിടുക്കിയാണിവൾ. ക്രിക്കറ്റും ഫുട്ബോളുമൊക്കെ ഇവൾക്ക് നന്നായി വഴങ്ങും. ചക്കിക്കൊത്ത ശങ്കരൻ എന്ന മട്ടിൽ ഇവളുടെ താളത്തിന് തുള്ളാൻ ഒരു മിടുക്കൻ പാപ്പാനും. അവനാണ് ഇവളുടെ പരിശീലകൻ. 2 പേരും കൂടി അത്യാവശ്യം പോക്കറ്റ് മണിയും ഇവിടെ നിന്നുണ്ടാക്കും. കുട്ടികളെ ആണെങ്കിൽ പോലും ധൈര്യമായി അടുത്തേക്ക് വിടാം, യാതൊരു പ്രശ്നവുമില്ല.
ഒരു 11 മണിയോടെ ഉടുപ്പിയിലേക്ക് തിരിച്ചു. കട്ടീലിൽ നിന്നും മഞ്ചേശ്വർ സൂരത്കൽ റോഡിലൂടെ പടുബിദ്രി വഴി ദേശീയപാതയിലേക്ക് എത്താം. ഉടുപ്പിയിലേക്ക് ഏതാണ്ട് 45 കിലോമീറ്ററാണ് ദൂരം. പടുബിദ്രി കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്നത് കാപ്പ് എന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ പ്രാധാന്യമുള്ള 3 മാരിയമ്മൻ ക്ഷേത്രങ്ങളുണ്ട്. കാപ്പ്, മാരികുടി ക്ഷേത്രങ്ങൾ എന്നാണിവ അറിയപ്പെടുന്നതും. ഹളേ മാരികുടി, ഹൊസ മാരികുടി, മൂരു മാരികുടി എന്നിവയാണ് ഈ ക്ഷേത്രങ്ങൾ. തുളുനാടിൻ്റെയും തീരദേശ കർണാടകയുടെയും സംരക്ഷണ ദേവതയായാണ് ഈ മാരിയമ്മയെ ഭക്തർ ആരാധിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൽ, അതായത് AD 1743 കാലഘട്ടത്തിൽ കേളടി നായ്ക്കന്മാരുടെ ഭരണകാലത്ത് അന്നത്തെ രാജാവായ ബസപ്പ നായ്ക്കൻ കാപ്പ് കടൽ തീരത്ത് ഒരു കോട്ടയും സൈന്യത്തിന് തങ്ങാൻ അടുത്തായി ഒരു ഉപകോട്ടയും നിർമ്മിക്കുകയുണ്ടായി. ഈ സൈന്യത്തോടൊപ്പം സഞ്ചരിച്ച് കാപ്പിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ദേവിയാണത്രേ ദണ്ഡിനമാരി അഥവാ മാരിയമ്മ. തുളുവിൽ കാപ്പ് എന്നാൽ കാത്തു സൂക്ഷിക്കുക അല്ലെങ്കിൽ കാവൽ നിൽക്കുക എന്നൊക്കെയാണ് അർത്ഥം. നാടിൻ്റെയും കടൽ തീരത്തിൻ്റെയും കാവൽ ദൈവമായി മാരിയമ്മ അങ്ങനെ അറിയപ്പെടാൻ തുടങ്ങി. ഇവിടെ പ്രശസ്തമായ 3 മാരിയമ്മൻ ക്ഷേത്രങ്ങളുണ്ട്. തുടക്കത്തിൽ എല്ലാവരും ഒരുമിച്ച് ആരാധിച്ചിരുന്ന ക്ഷേത്രം പിന്നീട് ഭരണപരമായ തർക്കങ്ങളെ തുടർന്ന് 1830കളിൽ വേർപിരിയുകയും പുതിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രം. അങ്ങനെയാണ് ഈ 3 ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ടായത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ശ്രീകോവിലിൽ സ്ഥിരമായി പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളില്ല. ഗദ്ദിക എന്ന പീഠതയാണ് ഭക്തർ പ്രധാനമായും ആരാധിക്കുന്നത്. വസൂരി, പകർച്ചവ്യാധികൾ, ദുഷ്ടശക്തികൾ എന്നിവയിൽ നിന്നും നാടിനെയും ഭക്തരെയും രക്ഷിക്കുന്ന ഉഗ്രമൂർത്തിയാണ് ഈ മാരിയമ്മ എന്നാണ് വിശ്വാസം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും അസ്വസ്ഥതകൾക്കും പരിഹാരം കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ഓരോ ക്ഷേത്രത്തിലും എത്തുന്നത്. മാർച്ച് മാസത്തിൽ നടക്കുന്ന സുഗ്ഗി മാരി പൂജ ദക്ഷിണ കന്നഡയിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നാണ്. കാപ്പിലെ 3 മാരിയമ്മ ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും തിരക്കുള്ളതും വലുതുമായ ക്ഷേത്രം ശ്രീ ഹോസ മാരികുടി ക്ഷേത്രമാണ്. വിശേഷ ദിവസങ്ങളിലും ചൊവ്വാഴ്ചകളിലും 10,000-കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. അതുപോലെ നിത്യവുമുള്ള ഇവിടുത്തെ അന്നദാനവും പ്രസിദ്ധമാണ്. ക്ഷേത്ര ദർശനവും ഊണുമൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ പോയത് കാപ്പ് ബീച്ചിലേക്കാണ്. ഹോസ മാരിയമ്മൻ ക്ഷേത്രത്തിൻ്റെ പുറകിലൂടെ കഷ്ടിച്ചൊരു 2 കിലോമീറ്റർ പോയാൽ കൗപ്പ് ബീച്ചിലേക്ക് എത്താം. തുളുനാടൻ കടൽ തീരങ്ങളുടെ സൗന്ദര്യം മുഴുവൻ ഒപ്പിയെടുക്കാൻ പറ്റിയ സിനിമാറ്റിക് വിഷ്വലുകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണിത്. കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന കൂറ്റൻ കറുത്ത പാറക്കെട്ടും അതിനു മുകളിലായി സ്ഥിതി ചെയ്യുന്ന 27 മീറ്ററിലധികം ഉയരമുള്ള പഴയ ലൈറ്റ് ഹൗസുമൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. 1901 ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ ലൈറ്റ് ഹൗസ് നിർമ്മിക്കപ്പെട്ടത്. വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെയാണ് ഇതിനു മുകളിൽ കയറാൻ അനുവദിച്ചിരിക്കുന്ന സമയം. മുകളിൽ ചെന്നാൽ അറബിക്കടലിൻ്റെയും പശ്ചിമഘട്ട മലനിരകളുടെയും 360 ഡിഗ്രിയിലുള്ള കാഴ്ചകൾ കാണാം. കർണാടക തീരത്തെ തന്നെ ഏറ്റവും മനോഹരമായി സൂര്യാസ്തമയം കാണാൻ പറ്റിയ ഇടങ്ങളിലൊന്നാണിത്. കറുത്ത വലിയ പാറക്കെട്ടുകളിൽ അടിച്ചു കയറുന്ന തിരമാലകളും പശ്ചാത്തലത്തിൽ അസ്തമിക്കുന്ന സൂര്യനും ചേരുമ്പോഴുള്ള ആ കാഴ്ച വിവരണങ്ങൾക്കും അപ്പുറമാണ്. ഈ പാറക്കെട്ടുകൾക്ക് മുകളിലിരുന്ന് കടലിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തതയുണ്ട്. അത് അനുഭവിച്ചു തന്നെ അറിയണം. കൗപ്പിൽ നിന്നും നേരെ പോയത് കർണാടകയുടെ സാംസ്കാരിക തലസ്ഥാനമായ ഉടുപ്പിയിലേക്കാണ്. ഇവിടെ നിന്നും കഷ്ടിച്ച് ഒരു 15 കിലോമീറ്റർ ദൂരമേയുള്ളൂ ഉടുപ്പിയിലേക്ക്. വൈകുന്നേരം 5:30 ഉടുപ്പിയിലേക്കെത്തി. രാവിലെ തുടങ്ങിയുള്ള യാത്രയും അലച്ചിലും മൂലം എല്ലാവരും ക്ഷീണിച്ചിരുന്നു. ക്ഷേത്രത്തിന് മുൻവശത്തായി പാർക്കിംഗ് ഗ്രൗണ്ടിന് സമീപം ഒരു നല്ല മുറിയും കിട്ടി. അവിടെ ബാൽക്കണിയിലിരുന്നാൽ ക്ഷേത്രവും നഗരക്കാഴ്ചകളുമൊക്കെ നന്നായി കാണാം എന്നൊരു പ്രത്യേകതയും ഉണ്ടായിരുന്നു. അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം നേരെ ക്ഷേത്രത്തിലേക്ക് പോയി. ആ ഒരു സമയമായിരുന്നതുകൊണ്ട് അധികം തിരക്കുമുണ്ടായിരുന്നില്ല. ഭഗവാനെയും ദർശിച്ച് രാത്രിയിലെ രഥപ്രദക്ഷിണവുമൊക്കെ കണ്ട് അവിടുത്തെ അന്നദാനവുമൊക്കെ കഴിച്ച് നേരെ മുറിയിലേക്ക് പോന്നു. ഉടുപ്പിയിലെ വിശേഷങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഇനി ആവർത്തിക്കുന്നില്ല. പിറ്റേന്ന് രാവിലെ ഉടുപ്പി കൃഷ്ണനെ ഒന്നുകൂടി തൊഴുത് മൂകാംബികയിലേക്കുള്ള യാത്ര തുടങ്ങി. ഈ യാത്രക്കിടയിലാണ് നമ്മൾ ആദ്യം പറഞ്ഞ മൂകാംബികാദേവിയുടെ സഹോദരിയായ സൗക്കൂർ ദുർഗാപരമേശ്വരി ക്ഷേത്രത്തിലേക്ക് പോയത്. ഉടുപ്പിയിൽ നിന്നും ദേശീയപാതയിലൂടെ കുന്താപുരയിലെത്തി വലത്തേക്ക് തിരിഞ്ഞ് കണ്ടലൂർ വഴി സൗക്കൂറിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ല റോഡ്. കണ്ടലൂർ കടന്ന് സൗക്കൂറിലേക്ക് അടുക്കുമ്പോൾ ഇടയ്ക്ക് കുബ്ജ നദി ഒഴുകുന്നതും കാണാം. തെങ്ങുകളും കവുങ്ങുകളും നെൽവയലുകളും ഒക്കെ നിറഞ്ഞ ഗ്രാമീണ കനാറ മേഖലയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഒരു പാതയാണിത്. ഈ കനാറ മേഖല എന്താണെന്നറിയാമോ?
കർണാടകയിൽ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന തീരദേശ മേഖലയാണ് ഈ കനാറ. ഇത് കർണാടകയുടെ കരാവലി എന്നും അറിയപ്പെടുന്നു. ചരിത്രപരമായി പ്രാധാന്യമുള്ള ഈ മേഖലയിൽ ഉടുപ്പി, ദക്ഷിണ കന്നഡ, ഉത്തര കന്നഡ എന്നീ 3 ജില്ലകളാണ് ഉൾപ്പെടുന്നത്. പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് പശ്ചിമഘട്ടവും അതിർത്തികളായുള്ള ഒരു ഭൂപ്രദേശമാണിത്. മനോഹരമായ ബീച്ചുകൾക്കും വനങ്ങൾക്കും പേര് കേട്ടതാണ് ഈ മേഖല. തുളു, കന്നഡ, കൊങ്കിണി എന്നിവയൊക്കെയാണ് ഇവിടുത്തെ സംസാര ഭാഷകൾ. ഈ മേഖലയിൽ ഒരുപാട് കാഴ്ചകളും കാണാനുണ്ട്. പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ ഗോകർണ, മാൽപേ ബീച്ച്, മാരവന്തേ ബീച്ച് അങ്ങനെ. ഇനി കിഴക്ക് ഭാഗത്താണെങ്കിൽ യാന റോക്സ്, ജോഗ് ഫാൾസ്, വിഭൂതി ഫാൾസ്, അങ്ങനെ ആ ഒരു ലിസ്റ്റ് നീളും. നമ്മുടെ യാത്ര സൗക്കൂറിലേക്ക് എത്തിയിരിക്കുകയാണ്. ക്ഷേത്ര കവാടമാണ് ഈ കാണുന്നത്. ഇത് തികച്ചും ഒരു ഗ്രാമപ്രദേശവുമാണ്. പരമ്പരാഗത തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ആധുനിക ശൈലിയിൽ പുനർനിർമ്മിച്ച ഒരു ക്ഷേത്രമാണിത്. കുബ്ജ നദിയുടെ തീരത്തായി വനപ്രദേശങ്ങളാൽ ചുറ്റപ്പെട്ട ശാന്തമായ ഒരു അന്തരീക്ഷമാണിവിടെ. ക്ഷേത്രത്തിന് പുറമേ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും അകത്ത് ആ പഴയ നിർമ്മിതികൾ തന്നെയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം ഗർഭഗൃഹത്തിലെ ഒരേ പീഠത്തിലുള്ള സ്വയംഭൂവായ 3 ലിംഗരൂപങ്ങളാണ്. ഇവ ആദിപരാശക്തിയുടെ ത്രിശക്തി രൂപങ്ങളായ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിവർ ഒന്നായി കുടികൊള്ളുന്ന ഒരു അപൂർവ പ്രതിഷ്ഠയാണിത്. ഈ ലിംഗങ്ങൾക്ക് പുറകിലായാണ് ദുർഗാപരമേശ്വരിയുടെ പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിച്ചിട്ടുള്ളത്. ഏതാണ്ട് മൂകാംബികയിലെ അതേ രീതിയും സങ്കല്പങ്ങളുമാണ് ഇവിടെയും. ചില സമ്പ്രദായങ്ങളിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ക്ഷേത്രവിശേഷങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. ക്ഷേത്ര ജീവനക്കാർ കഥകളെല്ലാം വിസ്തരിച്ച് പറഞ്ഞു തന്നിരുന്നു. ക്ഷേത്രത്തിൽ നടന്ന അഷ്ടമംഗല ദേവപ്രശ്നത്തിലും ചില ചരിത്ര രേഖകളിലും ക്ഷേത്രത്തിന് ഏകദേശം 3000 വർഷത്തെ പഴക്കമാണത്രേ പറയുന്നത്. ചുറ്റമ്പലത്തിനുള്ളിലെ തൂണുകളിലും മണ്ഡപത്തിലുമൊക്കെയുള്ള ശില്പങ്ങൾ ഹൊയ്സാല ചോള കാലഘട്ടത്തിലെ വാസ്തുവിദ്യയെയാണ് കാണിക്കുന്നത്. പുറത്തെ ഉപദേവതകളിൽപ്പെട്ട വീരഭദ്രന്റെ വിഗ്രഹം വളരെ പ്രത്യേകതകളുള്ളതാണ്. ശിരസ് മുതൽ ശരീരത്തിൻ്റെ പകുതി വരെയുള്ള അപൂർവമായ ഒരു അർദ്ധശിലാവിഗ്രഹമാണിത്. നമുക്കിവിടുത്തെ ഐതിഹ്യം കൂടി ഒന്ന് നോക്കാം. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുൻപ് ഘോരമായ കൗഞ്ചവനത്തിൽ കുബ്ജാ നദിയുടെ തീരത്തായി സൗഖ്യമുനി എന്നു പേരായ ഒരു മഹർഷി ഒരു വലിയ യാഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഘോരവനത്തിൽ കൗഞ്ചാസുരൻ എന്നൊരു ക്രൂരനായ രാക്ഷസനുമുണ്ടായിരുന്നു. സൗഖ്യമഹർഷിയുടെ ഹോമോണ്ടത്തിൽ നിന്നുള്ള പുക ഉയരുന്നത് കണ്ട് കോപിഷ്ണനായ രാക്ഷസൻ യാഗവേദി അലങ്കോലമാക്കുകയും ഹോമകുണ്ഡം അഴുക്കുകൾ വാരിയെറിഞ്ഞ് അശുദ്ധമാക്കുകയും ചെയ്തു. ദുഃഖിതനായ സൗഖ്യമുനി അസുരന്റെ ശല്യം താങ്ങാനാവാതെ ആദിപരാശക്തിയെ തപസ് ചെയ്തു തുടങ്ങി. മഹർഷിയുടെ തപസ്സിൽ പ്രസന്നരായി ത്രിശക്തികളായ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഇവർ മൂവരും ഒരുമിച്ച് മഹർഷിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ അസുരന് ലഭിച്ചിരിക്കുന്ന അപൂർവമായ വരബലം കാരണം അവനെ തനിയെ അവർക്ക് വധിക്കാൻ കഴിയുമായിരുന്നില്ല. അസുരന് കിട്ടിയിരിക്കുന്ന ആ വരത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിയ ദേവിമാർ പെട്ടെന്ന് അവിടെയുള്ള ഒരു വലിയ ശിലയിലേക്ക് ഒന്നായി ലയിക്കുകയും ചെയ്തു. തനിക്കെതിരെ വന്ന ദേവിമാർ ശിലയ്ക്കുള്ളിലേക്ക് മറഞ്ഞത് കണ്ട കൗഞ്ചാസുരൻ അഹങ്കാരത്തോടെ തൻ്റെ കനത്ത ഗദയെടുത്ത് ആ പാറയിൽ ആഞ്ഞടിച്ചു. തൽക്ഷണം വലിയൊരു ഇടിമിന്നലോടെ ആ കറുത്ത പാറ പൊട്ടിപ്പിളർന്നു. യോനി മുദ്രയിൽ നിന്നും ജ്വലിക്കുന്ന ഉഗ്രരൂപിണിയായ ശ്രീ ദുർഗാപരമേശ്വരി ജന്മമെടുത്തു. ദേവിയുടെ രൗദ്രഭാവം കണ്ട് അസുരൻ ഭയന്ന് വനത്തിലേക്ക് ഓടിയൊളിച്ചു. അപ്പോൾ ദേവി തൻ്റെ മകനായ വീരഭദ്രനോട് അസുരനെ പിടിച്ചു കെട്ടി കൊണ്ടുവരാനായി നിർദ്ദേശിച്ചു. തൻ്റെ മായാവിദ്യയാൽ വീരഭദ്രൻ അസുരനെ വലിച്ചഴിച്ചു കൊണ്ടുവരികയും ദേവി അവനെ സംഹരിക്കുകയും ചെയ്തു. അസുരനിഗ്രഹത്തിന് ശേഷം സന്തുഷ്ടനായ സൗഖ്യമുനി ദേവിക്ക് മംഗളാരതി ഒഴിഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മേ, ഈ ഭൂമിയിലെ മക്കൾക്ക് ഇതുപോലെ കഷ്ടതകൾ വരുമ്പോൾ ഓടിയെത്താൻ പാകത്തിൽ ദേവിയുടെ സാന്നിധ്യം എന്നും ഇവിടെ ഉണ്ടാവണം. മുനിയുടെ ഭക്തിയിൽ പ്രസന്നയായ ദേവി ഇങ്ങനെ അരുളി ചെയ്തു. അല്ലയോ മുനിശ്രേഷ്ഠ, അങ്ങയുടെ ആഗ്രഹം പോലെ തന്നെ ഈ കുബ്ജാ നദിയുടെ പൂർവ്വഭാഗത്ത് ഒരു പീഠത്തിൽ ലിംഗരൂപത്തിലായി മഹാലക്ഷ്മിയായും മഹാകാളിയായും മഹാസരസ്വതിയായും ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും. എൻ്റെ സഹായികളായി വീരഭദ്രനും ഗണപതിയും മഹാദേവനും നാഗദേവന്മാരും വാഴും. നിന്റെ തപസ്സുകൊണ്ട് ഈ ഭൂമിക്ക് സൗഖ്യം ലഭിച്ചതിനാൽ ഇനി മുതൽ ഈ സ്ഥലം സൗഖ്യപുരം എന്നറിയപ്പെടുകയും ചെയ്യും. ഈ സൗഖ്യപുരമാണത്രേ പിൽക്കാലത്ത് സൗക്കൂർ ആയി മാറിയത്. ഐതിഹ്യമനുസരിച്ച് 3 ദേവിമാർ സഹോദരിമാരായി തീരദേശ കർണാടകയിൽ വാഴുന്നു. ഇതിൽ ഏറ്റവും മൂത്തയാൾ സൗക്കൂർ ദുർഗാപരമേശ്വരിയും രണ്ടാമത്തെയാൾ പ്രശസ്തമായ കൊല്ലൂർ മൂകാംബികാ ദേവിയും ഇളയയാൾ കമലശിലാ ദേവിയുമാണ്. ഇവിടെ ദേവിയുടെ പ്രധാന വഴിപാടുകൾ ചണ്ഡികാഹോമം, രംഗപൂജ, തുലാഭാരം, ഹരിവാണ നൈവേദ്യം, യക്ഷഗാന സേവ, അന്നദാനം എന്നിവയൊക്കെയാണ്.
ഇതിൽ രംഗപൂജ എന്നത് തീരദേശ കർണാടകയിലെ പ്രമുഖ ദേവീക്ഷേത്രങ്ങളിലെ പ്രധാനമായൊരു വഴിപാടാണ്. തുളു കന്നഡ ഭാഷയിൽ രംഗ എന്നാൽ വരി എന്നോ നിര എന്നൊക്കെയാണ് അർത്ഥം. ശ്രീകോവിലിന് ചുറ്റുമുള്ള വിളക്കുകളുടെ നിരകളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. രാത്രിയിലാണ് ഈ പൂജ നടക്കുക. ചുരുക്കി പറഞ്ഞാൽ സന്ധ്യാസമയങ്ങളിൽ ക്ഷേത്രത്തിനകത്തും പുറത്തുമായി വലിയ രീതിയിലുള്ള ദീപാലങ്കാരങ്ങളും പുഷ്പാലങ്കാരങ്ങളും ഒക്കെ ചെയ്ത് ദേവിക്ക് വിശിഷ്ടങ്ങളായ നിവേദ്യങ്ങളൊക്കെ സമർപ്പിച്ച് മഹാമംഗള ആരതിയോടെയാണ് ഈ രംഗപൂജ സമാപിക്കുന്നത്. കുടുംബ ഐശ്വര്യത്തിനും തടസ്സങ്ങൾ മാറുന്നതിനുമൊക്കെയാണ് ഭക്തർ രംഗപൂജ വഴിപാടായി നടത്തുന്നതും. അതുപോലെ ഹരിവാണ നിവേദ്യം എന്നതും കർണാടകയിലെ പ്രത്യേകിച്ച് കനാറ മേഖലയിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലെ ഒരു പ്രധാന വഴിപാടാണ്. ഹരിവാണ എന്നാൽ തുളു കന്നഡ ഭാഷകളിൽ വലിയ ചെമ്പ് അല്ലെങ്കിൽ വെങ്കല തളിക എന്നൊക്കെയാണ് അർത്ഥം. വിഭവസമൃദ്ധമായ പലതരം നിവേദ്യങ്ങൾ, അതായത് വെള്ള നിവേദ്യം, പലതരം പായസങ്ങൾ, പലഹാരങ്ങൾ, കറികൾ, നെയ്യ് എന്നിവയെല്ലാം ഈ വലിയ ഒറ്റ തളികയിൽ ഒന്നിച്ച് വിളമ്പിയാണ് ദേവിക്ക് നിവേദിക്കുക. സാധാരണയായി ഉച്ചപൂജയോടനുബന്ധിച്ചാണ് ഇത് നടത്തുക. അതായത് നമ്മുടെ തിരുവോണോട്ടൊക്കെ പോലെ. തിരുവോണോട്ടിനായി നമ്മൾ ക്ഷേത്രങ്ങളിൽ തയ്യാറാക്കുന്ന 4 കറികളും പായസവും ഉപ്പേരിയും ഉപ്പിലിട്ടതുമെല്ലാം അകത്തും നേദിക്കാറുണ്ട്. അതിൻ്റെ മറ്റൊരു രീതിയാണിത്. ഇവിടുത്തെ മേൽശാന്തിയാണ് ഇതിനെപ്പറ്റി പറഞ്ഞു തന്നത്. ഭാഷയിൽ ചില പ്രശ്നങ്ങളുള്ളതിനാൽ ഇതിൽ ചില വ്യത്യാസങ്ങളും വരാം. എന്തായാലും എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്. അതുപോലെ ഈ മേഖലയിൽ വലിയ വിശ്വാസമുള്ള ഒരു പ്രത്യേക ആചാരമാണ് പുഷ്പപ്രസാദം. അതായത് പൊരുത്തം നോക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഭക്തജനങ്ങൾ തങ്ങളുടെ വിവാഹം, ബിസിനസ് അല്ലെങ്കിൽ മറ്റ് പ്രധാന കാര്യങ്ങൾ നടക്കുമോ എന്നറിയാൻ ദേവിയുടെ മുൻപിൽ അർച്ചന നടത്തി പുഷ്പപ്രസാദം എന്ന ചടങ്ങ് നടത്തുന്നു. ഇതിന് ഇവിടെ ഇവർ ഹൂക്കേളുപുരട് എന്നും പ്രസാദ നോടുവതു എന്നൊക്കെ പറയും. ഈ പദങ്ങൾ കൃത്യമാണോ എന്ന് സംശയമുണ്ട്. എന്തായാലും ആ ഒരു ചടങ്ങ് ഇങ്ങനെയാണ്. പൂജയും നിവേദ്യമൊക്കെ കഴിഞ്ഞുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം പൂജാരി വിഗ്രഹത്തിലേക്ക് പുഷ്പാർച്ചന നടത്തും. ദേവി വിഗ്രഹത്തിൻ്റെ വലതു ഭാഗത്തു നിന്നാണ് പൂവ് ആദ്യം താഴേക്ക് വീഴുന്നതെങ്കിൽ അത് അനുകൂലമായ മറുപടിയായും ഇടതു ഭാഗത്തു നിന്നാണെങ്കിൽ പ്രതികൂലമായ മറുപടിയായും കണക്കാക്കുന്നു. പ്രത്യേകിച്ചും വിവാഹാലോചനകൾ ഉറപ്പിക്കും മുൻപ് നിരവധി ആളുകൾ ഇവിടെ എത്തി ദേവിയുടെ ഈ ഒരു അനുവാദം നോക്കാറുണ്ട്. വീരഭദ്രസ്വാമിക്ക് ഇവിടെ പ്രാധാന്യവും കൂടുതലാണ്. എല്ലാ സംക്രമ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക് നടക്കുന്ന വീരഭദ്ര ദർശനത്തിൽ തങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞ് പരിഹാരം നേടാനായി നിരവധി ആളുകൾ എത്താറുണ്ട്. ഈ സമയമുള്ള പ്രാർത്ഥനയ്ക്ക് ഉടനടി പരിഹാരം ലഭിക്കുമെന്നാണ് വിശ്വാസം. അതുപോലെ യക്ഷഗാനം ഇവിടെ പ്രധാനമാണ്. ഏതാണ്ട് 200 വർഷത്തിന് മുൻപ് ആരംഭിച്ച ദുർഗാപരമേശ്വരി യക്ഷഗാന മണ്ഡലി എന്ന പേരിൽ ക്ഷേത്രത്തിന് സ്വന്തമായി ഒരു യക്ഷഗാന ട്രൂപ്പ് തന്നെയുണ്ട്. ഇവിടെ മറ്റൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. ഇവിടുത്തെ ഐതിഹ്യത്തിൽ കറുത്ത പാറ പൊട്ടിപ്പിളർന്ന് ദേവി ജന്മമെടുത്തത് യോനി മുദ്രയിലാണ്. പ്രകൃതി ആരാധനയുടെയും ശക്തി ആരാധനയുടെയും സൂചനയായ ഈ യോനിമുദ്ര പ്രതിഷ്ഠ വൈഷ്ണോദേവിയും കാമാഖ്യയും കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ സൗക്കൂർ. കട്ടിയിൽ ഐതിഹ്യത്തിൽ നമ്മൾ കണ്ടല്ലോ, അരുണാസുരനെ വധിക്കാൻ ദേവി ഭ്രമരാംബികയായി, അതായത് വണ്ടുകളുടെ രൂപത്തിലാണ് അവതരിച്ചത്. തന്ത്രശാസ്ത്രത്തിലും ശാക്തേയ പാരമ്പര്യത്തിലും ഭ്രമരാംബിക അല്ലെങ്കിൽ മഹാത്രിപുരസുന്ദരി ഭാവങ്ങൾ ദശമഹാവിദ്യകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാമാഖ്യ എന്നത് തന്ത്രസാധനകളുടെയും ശാക്തേയ ഉപാസനകളുടെയും പ്രധാന കേന്ദ്രമാണ്. കട്ടിയിലും സൗക്കൂറിലുമൊക്കെ കാണുന്ന അമ്മയുടെ സ്വയംഭൂ രൂപങ്ങൾ ഈ മഹാശക്തിയുടെ തന്നെ വിവിധ അവതാര ഭാവങ്ങളാണ്. ക്ഷേത്രമതിൽക്കെട്ടിന് താഴെയായി സൗക്കൂർ ദേവിയുടെ മൂലസ്ഥാനമുണ്ട്. ദേവി ജന്മമെടുത്ത യഥാർത്ഥ സ്ഥലം. കാട്ടിനുള്ളിലെ കറുത്ത പാറ പിളർന്ന് ദേവി ആദ്യമായി യോനിമുദ്രയിൽ സ്വയംഭൂവായി അവതരിച്ച സ്ഥലമാണിത്. ഇവിടെ സൗഖ്യമനിയുടെ ഒരു വിഗ്രഹവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു തീർത്ഥക്കുളവും കാണാം. പണ്ട് സൗഖ്യമനി തപസ്സനുഷ്ഠിച്ചിരുന്ന കാലത്ത് ദേവിയുടെ പൂജകൾക്കും ആരാധനകൾക്കുമായി വെള്ളം എടുത്തിരുന്നത് ഈ കുളത്തിൽ നിന്നായിരുന്നു എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ മാനേജർ കഥകളൊക്കെ പറഞ്ഞു തന്നിരുന്നു. പക്ഷേ കന്നഡയായതിനാൽ ഒന്നും മനസ്സിലായില്ല. പിന്നീടത് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കുകയായിരുന്നു. ദേവിയുടെ കഥകളൊക്കെ അവർ പ്രത്യേകം പ്രിന്റ് ചെയ്ത് തരികയും ചെയ്തു. വളരെ ശാന്തമായ, നമുക്ക് പ്രത്യേകം ഒരു അടുപ്പം തോന്നുന്ന ഒരു സ്ഥലമാണിത്. ക്ഷേത്രത്തിൽ നടയടയ്ക്കാറായ സമയത്താണ് ഇവിടെ എത്തിയത്. പക്ഷേ നമ്മുടെ ആവശ്യം പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ 2 മണിക്കൂറോളം സമയം കൂടി കഴിഞ്ഞാണ് ക്ഷേത്രം അടയ്ക്കുന്നത്. അതിന് അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയുമില്ല. ഉടുപ്പിയിൽ കണ്ടതുപോലുള്ള എഴുന്നള്ളിപ്പിന് മുൻപിൽ പോകുന്ന തട്ടിരായൻ പാവകളെ ഇവിടെയും കാണാം. നൂറ്റാണ്ടുകളായി ഇവിടുത്തെ വാർഷിക രഥോത്സവത്തിൽ ദേവിയുടെ ബ്രഹ്മരഥം അലങ്കരിക്കാൻ ആവശ്യമായ വെളുത്ത പട്ടുതുണി ഉപഹാരമായി സമർപ്പിക്കുന്നത്
കണ്ടലൂരിലെ ഒരു മുസ്ലിം കുടുംബമാണ്. അങ്ങനെ വലിയൊരു മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രം കൂടിയാണ് സൗക്കൂർ ദുർഗാപരമേശ്വരി ക്ഷേത്രം. തീർച്ചയായും ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും മൂകാംബികയിൽ വരുന്നുണ്ടെങ്കിൽ ഇവിടെയും ഒന്ന് സന്ദർശിച്ചു പോവുക. ഒരിക്കലും അതൊരു നഷ്ടവുമാവില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ വന്നാൽ ഭക്ഷണത്തിൻ്റെ കാര്യം അല്പം പരുങ്ങലിലാണ്. ക്ഷേത്രത്തിന് മുൻവശത്തായി ഒരു ചെറിയ കട മാത്രമാണുള്ളത്. ഇവിടെ കട്ടിയിലിയൊക്കെ പോലെ നിത്യവും അന്നദാനമൊന്നും പതിവില്ല. ആരുടെയെങ്കിലും വഴിപാടുണ്ടെങ്കിൽ മാത്രമാണ് ഉണ്ടാവുക. ഇതൊരു സാധാരണ ഗ്രാമപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് തിരക്കും വരുമാനവുമൊക്കെ വളരെ കുറവുമാണ്. സൗക്കൂറിൽ നിന്നും നേരെ മൂകാംബികയിലേക്കാണ് പോയത്. ഇവിടെ നിന്നും കൊല്ലൂരിലേക്കുള്ള യാത്ര കനാറ മേഖലയിലെ ഏറ്റവും സുന്ദരമായ കാനനപാതകളിൽ കൂടിയാണ്. സൗക്കൂർ ദേവി കൊല്ലൂർ മൂകാംബികയുടെ ജ്യേഷ്ഠ സഹോദരിയാണെന്ന ഐതിഹ്യമുള്ളതുകൊണ്ട് തന്നെ ഈ യാത്രയ്ക്ക് ആത്മീയമായും വലിയ പ്രാധാന്യമുണ്ട്. സൗക്കൂറിൽ നിന്നും കണ്ടലൂർ, വാൻസെ, ഹഗുരുപ്പാലെ, മരവന്തെ വഴിയാണ് കൊല്ലൂർക്ക് പോവുക. ഏകദേശം 28-30 കിലോമീറ്ററാണ് ദൂരം. ഈ റൂട്ടാവുമ്പോൾ തിരികെ കുന്താപുര ടൗണിലേക്ക് പോവാതെ കാനനഭംഗി ആസ്വദിച്ച് പോവുകയും ചെയ്യാം. വാൻസെ കടന്ന് കൊല്ലൂരിലേക്ക് അടുക്കുമ്പോൾ തന്നെ ദൂരെ പശ്ചിമഘട്ട മലനിരകളും കുടജാദ്രി മലനിരകളുടെ മനോഹരമായ പശ്ചാത്തലങ്ങളുമൊക്കെ കണ്ടു തുടങ്ങും. ഈ വനപാതയിലൂടെ പോകുമ്പോൾ മൂകാംബിക ക്ഷേത്രം എത്തുന്നതിന് ഒരു 3 കിലോമീറ്റർ മുൻപായി ക്ഷേത്രത്തിൻ്റെ വലിയ ആർച്ച് കാണാം. മാസ്തിക്കട്ട എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ആർച്ച് കടന്നാൽ ഇടതുവശത്തായി ഒരു വനദുർഗാ ക്ഷേത്രമുണ്ട്. ഇതൊരു കാനന ക്ഷേത്രമാണ്. മൂകാംബികാദേവിയുടെ കാവൽ ദേവതയായാണ് ഈ ഒരു വനദുർഗയെ കണക്കാക്കുന്നത്. മൂകാംബികയിലേക്ക് പോകുമ്പോഴും തിരികെ വരുമ്പോഴും ഈ ദേവിയുടെ അനുഗ്രഹം വാങ്ങിയാണ് ഭക്തജനങ്ങൾ പോവുക പതിവ്. സന്താനഭാഗ്യത്തിനായി ഇവിടെ വഴിപാടുകൾ കഴിക്കുന്നത് വളരെ പ്രാധാന്യമായിട്ടാണ് കാണുന്നത്. വൈകുന്നേരം ഒരു 4 മണിയോടെയാണ് കൊല്ലൂരിലെത്തിയത്. തിരക്കില്ലാത്ത സമയമായിരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒരു നല്ല മുറിയും കിട്ടി. വൈകുന്നേരം സൗവർണികയിലൊന്ന് പോയി കുറച്ച് സമയം അവിടെയും ചെലവഴിച്ച് ഗണപതി ക്ഷേത്രത്തിലും തൊഴുത് നേരെ മൂകാംബികയിലേക്ക് നടന്നു. വൈകുന്നേരം ഒരു 5 മണിയോടെ ക്ഷേത്രത്തിലെത്തിയാൽ വലിയ തിരക്കില്ലാതെ സുഖമായി തൊഴുതിറങ്ങാം. പിന്നെ അവിടുത്തെ ചടങ്ങുകളും ആൾത്തിരക്കും രഥപ്രദക്ഷിണവുമൊക്കെ കണ്ട് നടയടയ്ക്കും വരെ അങ്ങനെ കുറച്ച് സമയം അവിടെ ചെലവഴിക്കാം. സമയം പോകുന്നത് അറിയുകയേയില്ല. ശീവേലി കൂടി കഴിയുമ്പോഴേക്കും പ്രസിദ്ധമായ കഷായ തീർത്ഥം കൊടുത്തു തുടങ്ങും. മൂകാംബികയിലെ ആചാരങ്ങളും ഐതിഹ്യങ്ങളുമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായി പറഞ്ഞിരുന്നതുകൊണ്ട് അതിനി ആവർത്തിക്കുന്നില്ല. ശങ്കരാചാര്യർക്ക് രോഗാവസ്ഥയിൽ ദേവി നേരിട്ട് കൊടുത്തതായ ഐതിഹ്യമുള്ള ഈ കഷായ തീർത്ഥത്തിന് വലിയ പ്രാധാന്യമുള്ളതാണ്. വിശദമായ വിവരങ്ങൾക്ക് കൊല്ലൂർ വീഡിയോ ഒന്ന് കണ്ടാലും മതി. കഷായ തീർത്ഥം സേവിച്ചതിന് ശേഷം നേരെ ക്ഷേത്രത്തിൻ്റെ വടക്കുപുറത്തുള്ള അന്നദാന മണ്ഡപത്തിലേക്ക് പോയി. ഉടുപ്പിയിലേക്ക് പോലെ ഇവിടുത്തെ അന്നദാന മണ്ഡപവും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. നല്ല ചൂട് ചോറും സാമ്പാറും രസവും മോരും പായസവും അതിൻ്റെ രുചിയും ഒന്ന് വേറെ തന്നെയാണ്. പിറ്റേന്ന് രാവിലെ നേരത്തെ ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് നേരെ കുടജാദ്രിയിലേക്കാണ് പോയത്. കുടജാദ്രി മൂലസ്ഥാനവും ശങ്കരപീഠവും ഒക്കെ കണ്ട് ഉച്ചയോടെ ഊണിന് പാകത്തിൽ ക്ഷേത്രത്തിൽ തിരികെ എത്തുകയും ചെയ്തു. അന്നൊരു ദിവസം കൂടി അവിടെ തങ്ങി. പിറ്റേന്ന് രാവിലെ ഇളയ കുട്ടിയെ എഴുത്തിനുമിരുത്തി ക്ഷേത്ര ദർശനവുമൊക്കെ കഴിഞ്ഞ് മേൽശാന്തിയെയും കണ്ടതിന് ശേഷം ഉച്ചയ്ക്ക് അന്നദാന മണ്ഡപത്തിൽ പോയി ഊണും കഴിഞ്ഞിട്ടാണ് കമലശിലയിലേക്കുള്ള യാത്ര തുടങ്ങിയത്. അങ്ങനെ 3 ദിവസം അടുപ്പിച്ച് ദേവിയെ തൊഴാനുള്ള ഭാഗ്യവും കിട്ടി. മൂകാംബികയിലെത്തിയതിനു ശേഷം ആകെ 2 ദിവസം രാവിലത്തെ കാപ്പി മാത്രമാണ് പുറത്തുനിന്ന് കഴിക്കേണ്ടി വന്നത്. ഏതാണ്ട് ഒരാഴ്ചത്തെ യാത്രയായിരുന്നത്. ഈ ദിവസങ്ങളെല്ലാം കൂടി നോക്കുകയാണെങ്കിൽ ആകെ 8-10 നേരം മാത്രമാണ് ഹോട്ടൽ ഭക്ഷണം വേണ്ടി വന്നത്. ഇതുകൊണ്ട് തന്നെ പല നേട്ടങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, ധൈര്യമായി കഴിക്കാം. വയറിന് മറ്റ് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. കുട്ടികൾക്കും കൊടുക്കാം. പിന്നെ ഭീമമായ ചെലവ് ഒന്ന് ആലോചിച്ച് നോക്കൂ. 25 നേരം 4 ആളുകൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 12,000 രൂപയെങ്കിലും കണക്കാക്കണം. ആ സ്ഥാനത്ത് ആകെ ചിലവായത് 2,000-ഓളം രൂപ മാത്രം. അതുപോലെ തന്നെ താമസം. അത് മിക്കവാറും വലിയ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഗസ്റ്റ് ഹൗസുകൾ കാണും. മുൻകൂട്ടി ബുക്ക് ചെയ്താൽ 1,000-ഓളം രൂപ ദിവസവും അവിടെയും ലാഭം കിട്ടും. നേരത്തെ ഉറപ്പിക്കാത്ത യാത്രയായതുകൊണ്ട് ഈ ഒരു കാര്യം എനിക്ക് സാധിച്ചില്ല. ശൃംഗേരിയിലൊഴികെ ബാക്കി എല്ലാ ദിവസവും കൂടി നല്ലൊരു തുക താമസ വകയിൽ ചെലവായി. ഏതൊക്കെ മാർഗങ്ങളിൽ ഇത്തരം യാത്രകളിൽ ചിലവ് കുറയ്ക്കാം എന്ന് പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ കുടുംബവുമായി വരുമ്പോൾ നല്ല മുറി കിട്ടിയില്ലെങ്കിൽ താമസ സൗകര്യം പുറത്തു നോക്കുന്നതാവും എപ്പോഴും നല്ലത്.
ഒരു 2 മണിയോടെ കൊല്ലൂരിൽ നിന്നും കമലശിലയിലേക്കുള്ള യാത്ര തുടങ്ങി. കൊല്ലൂരിൽ നിന്നും വാൻസെ ഹാലാടി വഴിയാണ് കമലശിലയിലേക്ക് പോകുന്നത്. ഏതാണ്ടൊരു 35 കിലോമീറ്റർ ദൂരം. ഇതും ഒരു വനപാത തന്നെയാണ്. കുബ്ജ നദിയുടെ തീരത്തുകൂടിയാണ് ഈ പാത കടന്നു പോകുന്നത്. ഐതിഹ്യത്തിലെ 3 സഹോദരിമാരിൽ ഇളയയാളാണ് കമലശിലയിലെ ദേവി. മറ്റൊരത്ഭുതം, ഐതിഹ്യത്തെ സാധൂകരിക്കുന്നത് പോലെ സൗക്കൂറും കമലശിലയും സ്ഥിതി ചെയ്യുന്നത് ഈ കുബ്ജ നദിയുടെ തീരത്താണ്. ഉച്ചതിരിഞ്ഞ് ഒരു 3 മണിയോടെയാണ് കമലശിലയിലെത്തിയത്. കമലശില എന്നു തന്നെയാണ് ഈ ഗ്രാമത്തിൻ്റെ പേരും. പശ്ചിമഘട്ട വനഭൂമിയോടും കുബ്ജ നദിയോടും ചേർന്ന് നിൽക്കുന്ന തികച്ചും പ്രകൃതിരമണീയമായ ഒരു ഗ്രാമീണ മേഖലയാണിത്. നമ്മൾ ചെല്ലുന്നത് ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾ നടക്കുന്ന സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുമുണ്ടായിരുന്നു. ഒരൽപ്പം താഴ്ന്ന ഒരു ഭാഗത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുകളിൽ നിന്നും കുറച്ച് പടികൾ ഇറങ്ങി വേണം താഴേക്ക് ചെല്ലുവാൻ. ക്ഷേത്രത്തിനോട് ചേർന്നാണ് കുബ്ജ നദി ഒഴുകുന്നത്. തീരദേശ കർണാടക ശൈലിയിലുള്ള ഒരു ക്ഷേത്രമാണിത്. പ്രധാന ശ്രീകോവിലിൽ സ്വയംഭൂ ലിംഗരൂപത്തിലുള്ള ശിലാവിഗ്രഹമാണ്. ബ്രാഹ്മി ദുർഗാപരമേശ്വരി എന്ന സങ്കല്പമാണിവിടെ. മൂകാംബികയിലൊക്കെ പോലെ മുൻപിൽ ദേവിയുടെ സ്വയംഭൂ ലിംഗപ്രതിഷ്ഠയും പുറകിലായി ദേവിയുടെ സാകാര രൂപത്തിലുള്ള പഞ്ചലോഹ വിഗ്രഹവുമാണുള്ളത്. ത്രിശക്തി സംഗമമായിട്ടാണ് ഇവിടെയും കണക്കാക്കുന്നത്. ഈ സ്വയംഭൂവായ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് താമരയുടെ ആകൃതിയിലുള്ള ഒരു ശിലയ്ക്ക് മുകളിലായതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് കമലശില എന്ന പേരുണ്ടായതും. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം കൂടി ഒന്ന് മനസ്സിലാക്കാം. ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് 2000 വർഷത്തെ പഴക്കമാണ് കണക്കാക്കുന്നത്. സ്കന്ദമഹാപുരാണത്തിലെ സഹ്യാദ്രി ഖണ്ഡത്തിൽ 26 മുതൽ 29 വരെയുള്ള അധ്യായങ്ങളിലാണ് കമലശില ക്ഷേത്രമാഹാത്മ്യം വിവരിക്കുന്നത്. പണ്ടൊരിക്കൽ ദേവലോകത്ത് പിങ്കള എന്ന പേരുള്ള അതീവ സുന്ദരിയായ ഒരു നർത്തകി ഉണ്ടായിരുന്നു. തൻ്റെ രൂപസൗന്ദര്യത്തിൽ അഹങ്കരിച്ച അവൾ പാർവതി ദേവിയെ ഒരു സദസ്സിൽ വെച്ച് ആദരിക്കാതിരുന്നപ്പോൾ ഇവളുടെ അഹങ്കാരം കൊണ്ട് കോപിഷ്ഠയായ ദേവി, നീ ഒരു കുബ്ജ, അതായത് കൂനയായി മാറട്ടെ എന്ന് ശപിക്കുന്നു. തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ പിങ്കള ശാപമോക്ഷത്തിനായി കരഞ്ഞപ്പോൾ അലിവ് തോന്നിയ പാർവതി ദേവി പറഞ്ഞു, ഭൂമിയിൽ സഹ്യാദ്രി മലനിരകൾക്ക് താഴെ ഖരരതാസുരന്മാരെ നിഗ്രഹിക്കുന്നതിനായി സ്വയംഭൂവായി ഞാൻ അവതരിക്കും. അവിടെ ഉള്ള ഒരു ഗുഹയ്ക്കടുത്ത് പോയി ആശ്രമം കെട്ടി നീ തപസ് ചെയ്യുക. പിൽക്കാലത്ത് മധുരയിൽ വെച്ച് ശ്രീകൃഷ്ണൻ നിന്നെ സ്പർശിക്കുമ്പോൾ നിന്റെ ശാപം മാറി പൂർവ്വരൂപം തിരികെ ലഭിക്കും. അങ്ങനെ ഭൂമിയിലെത്തിയ പിങ്കള തപസ് ചെയ്ത സ്ഥലത്തു നിന്നും ഉത്ഭവിച്ച പുണ്യ അരുവിയാണ് പിൽക്കാലത്ത് കുബ്ജ നദി എന്ന പേരിൽ ഒഴുകാൻ തുടങ്ങിയത്. ഇവിടെ ക്ഷേത്രത്തിൽ നിന്നും 2 കിലോമീറ്റർ മാറി സുപാർശ ഗുഹ എന്നൊരു ഗുഹയുണ്ട്. അതാണ് മൂലസ്ഥാനം. അവിടവുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്ര ഐതിഹ്യങ്ങളുടെ തുടക്കവും. പിൽക്കാലത്ത് സുപാർശൻ എന്നൊരു ചക്രവർത്തി മോക്ഷം തേടി ഈ ഘോരവനത്തിലെത്തുകയും ഈ ഗുഹാപരിസരം കണ്ട് അതിനുള്ളിലിരുന്ന് കഠിന തപസ് തുടങ്ങുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ തപസ്സിന് കാവൽ നിൽക്കാൻ സാക്ഷാൽ പരമേശ്വരൻ തൻ്റെ ഗണമായ സിദ്ധേശ്വര ഭൈരവനെ ഗുഹാകവാടത്തിൽ കാവലായി നിർത്തി. പിന്നീട് ഗരുഡനിൽ നിന്നും സംരക്ഷണം തേടി നാഗരാജാവായ ആദിശേഷനും ഈ ഗുഹയിലെത്തി ദേവിയെ ധ്യാനിച്ച് വിഷ്ണുവിൻ്റെ അനന്തശയനമായി മാറാനുള്ള അനുഗ്രഹം നേടിയിരുന്നു. ആദിശേഷൻ തപസ് ചെയ്ത സ്ഥലത്തു നിന്നും ഉത്ഭവിച്ച അരുവിയാണ് നാഗതീർത്ഥം. പാറയിടുക്കുകളിലൂടെ ഒഴുകിയിറങ്ങുന്ന ഈ നാഗതീർത്ഥമാണ് പിന്നീട് കുബ്ജ നദിയായി മാറുന്നത്. യുഗങ്ങൾ വീണ്ടും മാറി. ദേവി ആദ്യം പറഞ്ഞ അസുരന്മാർ ലോകത്തിന് വലിയ ഭീഷണിയായി വളർന്നു. ദേവന്മാരുടെയും ഋഷിമാരുടെയും പ്രാർത്ഥനയെ തുടർന്ന് ദേവി ബ്രഹ്മാണി രൂപത്തിൽ അവതരിച്ച് അസുരനിഗ്രഹം നടത്തി. അസുരപഥത്തിന് ശേഷം രൈക്യ മഹർഷിയുടെ തപസ്സിൽ പ്രസന്നയായി ദേവി തൊട്ടടുത്തുള്ള കുബ്ജ നദിക്കരയിൽ താമരയുടെ ആകൃതിയിലുള്ള സ്വയംഭൂ ജ്യോതിർലിംഗത്തിൽ ബ്രാഹ്മി ദുർഗാപരമേശ്വരിയായി കുടികൊണ്ടു. അങ്ങനെയാണ് ഈ പുണ്യഭൂമി കമലശില എന്നറിയപ്പെടാൻ തുടങ്ങിയത്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ബ്രാഹ്മണന്റെ പശു വനത്തിലെ ഒരു ശിലയുടെ മുകളിൽ നിത്യവും പാൽ ചുരത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഗ്രാമീണർ ആ ഭാഗം പരിശോധിച്ചപ്പോഴാണ് ഈ സ്വയംഭൂ ശിവലിംഗം കണ്ടെത്തുന്നത്. തുടക്കത്തിൽ അവർ ഇതിനെ ശിവസങ്കല്പത്തിൽ ബ്രഹ്മലിംഗേശ്വരനായി പൂജിച്ചു പോന്നു. പിന്നീട് അവിടുത്തെ പ്രധാന പൂജാരിക്ക് ദേവിയുടെ ഒരു സ്വപ്നദർശനമുണ്ടായി. ഞാൻ ബ്രഹ്മലിംഗേശ്വരനല്ല, ബ്രാഹ്മി ദുർഗാപരമേശ്വരിയാണ്. അന്നു മുതൽ ഈ ക്ഷേത്രം ശാക്തയാരാധനയുടെ ഒരു വലിയ കേന്ദ്രമായി മാറി. ഇവിടെ വരുന്നവർ തീർച്ചയായും മൂലസ്ഥാനമായ സുപാർശ്വ ഗുഹയിൽ കൂടി പോകാൻ മറക്കരുത്. സമയം വൈകിയതിനാൽ എനിക്ക് പോവാൻ സാധിച്ചതുമില്ല. ഇവിടെ മൃത്തിക അഷ്ടബന്ധം എന്ന പേരിൽ ഒരു പ്രസാദം കിട്ടും. മൃത്ത് എന്ന് പറഞ്ഞാൽ മണ്ണാണ്, അതായത് മണ്ണാണ് പ്രധാന പ്രസാദമായി ഇവിടെ നൽകുന്നത്. നമ്മുടെ ഇവിടെ പല ദ്രവ്യങ്ങൾ ചേർന്ന അഷ്ടബന്ധമാണല്ലോ വിഗ്രഹവും പീഠവും തമ്മിൽ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ അതിനു പകരം ദേവിയുടെ ശിലാലിംഗത്തെ ഉറപ്പിച്ചു നിർത്താൻ ഉപയോഗിക്കുന്നത് പ്രത്യേകതരം ശുദ്ധമായ ഒരു മണ്ണും
ചില പ്രത്യേക ഔഷധക്കൂട്ടുകളും ചേർത്താണ്. സാധാരണ അഷ്ടബന്ധം നല്ല ബലത്തിൽ ഉറച്ചു പോകുമല്ലോ, പക്ഷേ ഇവിടെ അത് മൃദുവായി തന്നെ ഇരിക്കും. മാസത്തിൽ 2 തവണ വരുന്ന ഏകാദശി ദിവസങ്ങളിലാണ് വിഗ്രഹത്തിലെയും മൃത്തിക മാറ്റുന്നത്. ആ സമയം പഴയ മണ്ണ് ഭക്തർക്ക് പ്രസാദമായി നൽകുകയും ചെയ്യും. ഇത് വെള്ളത്തിൽ കലക്കി തീർത്ഥമായും കുഴച്ച് നെറ്റിയിൽ തൊടാനുള്ള കുറിയായും ഉപയോഗിക്കാറുണ്ട്. സർവ്വരോഗങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരമേകുന്ന ഒരു ദിവ്യ ഔഷധമായാണ് ഭക്തർ ഈ മൃത്തികാ പ്രസാദത്തെ കാണുന്നത്. ദേവിയുടെ പരിവാരങ്ങളായി ഹൊസമ്മ ദേവത, വീരഭദ്രൻ, മുണ്ടന്തായ എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. ഇവർ കാവൽ ദേവതകളാണ്. ഹൊസമ്മ ദേവതയ്ക്ക് അവിലാണ് പ്രധാന നിവേദ്യം. വിജയദശമി നാളിൽ പുത്തരിച്ചോറ് നിവേദ്യമായി നൽകുന്നതുകൊണ്ടാണത്രേ ഹൊസമ്മ എന്ന പേര് വന്നത്. അതുപോലെ മുണ്ടന്തായൻ ഒരു ക്ഷത്രിയ വീരനും നാടിൻ്റെയും കൃഷിയുടെയും സംരക്ഷകനുമാണ്. ഉപദേവതകളായി ഗണപതി, നാഗരാജാവ്, ശിവൻ, വിഷ്ണു, ഹനുമാൻ, നവഗ്രഹങ്ങൾ എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. ചണ്ഡികാഹോമം, യക്ഷഗാനം, ശതരുദ്രാഭിഷേകം, മഹാരംഗ പൂജ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. പിന്നെ മൃത്തികാഷ്ടബന്ധം വഴിപാടും വളരെ പ്രധാനമാണ്. ഇവിടുത്തെ കാവൽമൂർത്തിയായ മുണ്ടന്തായ ദൈവത്തിന് മുൻപിലുള്ള രാശിപൂജ ഇഷ്ടസിദ്ധിക്കുള്ള പ്രധാന വഴിപാടാണ്. എല്ലാ സംക്രാന്തി നാളുകളിലും മഹാരംഗ പൂജയോടനുബന്ധിച്ചാണ് ഇത് നടക്കുന്നത്. ഇത്രയുമൊക്കെയാണ് ഈ ക്ഷേത്രവിശേഷങ്ങൾ. ഇവിടെ നിന്നും പിന്നീട് നേരെ ശൃംഗേരിയിലേക്കാണ് പോയത്. ശൃംഗേരി വീഡിയോയും നമ്മൾ നേരത്തെ തന്നെ ചെയ്തിരുന്നു. അങ്ങനെ ഐംഗ്ലീം സൗ എന്ന ബാലാമന്ത്രത്തിൻ്റെ പൂർണ്ണതയ്ക്കായി ഐതിഹ്യത്തിലെ 3 സഹോദരിമാരിൽ മൂത്തയാളായ സൗക്കൂർ അമ്മയെയും രണ്ടാമത്തെ ആളായ മൂകാംബിക അമ്മയെയും ഇളയ ആളായ കമലശില അമ്മയെയും തൊഴുന്നതോടുകൂടി ഈ ഒരു ആത്മീയ യാത്ര ഇവിടെ പൂർണ്ണമാകുന്നു. കർണാടക വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല. മറ്റു ചില കാഴ്ചകളുമായി വീണ്ടും കാണാം.